ഒരു ദിവസം പോലും ജീവൻ നിലനിർത്താൻ സാധിക്കാണ്ട് വാങ്ങിച്ച അന്ന് തന്നെ വിൽക്കേണ്ടി വരുന്ന ഒത്തിരിയധികം റിസ്കുകൾ നിറഞ്ഞ ഒരുപാട് പേരുടെ കാശിക്കും കളഞ്ഞ ചുരുക്കം ചില ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു തരം ട്രേഡാണ് ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തതകൾ ഏറെയുള്ള ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ടാക്സേഷൻ രീതികളിലും വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് ചെയ്യുന്ന 5 ഹെഡുകളുണ്ട്. ഈ 5 ഹെഡുകളിൽ ഏറ്റവും ഭീമനും കേമനുമായ ബിസിനസ് ഹെഡിലാണ് ഇതിനെ പിടിച്ചിട്ടിരിക്കുന്നത്. ഈ ബിസിനസ് ഹെഡിലും അതിവിതാരമായ ഒരു സ്പെക്യുലേറ്റീവ് ബിസിനസ് ഇൻകം എന്നുള്ള കാറ്റഗറിയിലാണ് ഇതിന്റെ ടാക്സേഷൻ നിയമങ്ങളെല്ലാം പറഞ്ഞത്. അപ്പോൾ സ്പെക്യുലേറ്റീവ് ബിസിനസ്, അതായത് നിങ്ങൾ കുറെ ചാർട്ട് അനാലിസിസും ട്രെൻഡ് അനാലിസിസും അങ്ങനെ മറ്റ് പല ടെക്നിക്കൽ അനാലിസിസൊക്കെയും പഠിച്ച് പഴറ്റിയാണ് ഇത് ചെയ്യുന്നെങ്കിൽ പോലും ഇൻകം ടാക്സുകാർ ഇതിനെപ്പോഴും പറയുന്നത് ഒരു ഊഹക്കച്ചവടം എന്നാണ്. അതായത് റിസ്കുകൾ ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉപമിക്കാൻ കാരണം. അപ്പൊ ഇതിന്റെ ടാക്സേഷനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ബിസിനസ് ഇൻകം ടാക്സ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. എന്നാൽ സാധാരണ ബിസിനസിന്റെ ടാക്സേഷൻ റൂൾസിന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകതകളും ഈ ഇൻട്രാഡേ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ സിമിലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാ ബിസിനസിന്റെയും പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് പോലെ നമ്മൾ വിറ്റ വില, ആ വിറ്റ വിലയിൽ നിന്ന് വാങ്ങിച്ച വിലയും അതിനോട് അനുബന്ധപ്പെട്ട മറ്റ് എക്സ്പെൻസുകളെല്ലാം കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗർ ആണ് ആ നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് ഇൻകം ടാക്സിന്റെ സ്ലാബിലാണ് നിൽക്കുന്നതെങ്കിൽ ആ സ്ലാബിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആ റേറ്റിലാണ് നിങ്ങൾ ടാക്സ് ചെയ്യുക. ഇനി ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് 4 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുക. സാധാരണ ബിസിനസ് ആണെങ്കിൽ നമുക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. പക്ഷേ സ്പെക്കുലേറ്റീവ് ബിസിനസിന്റെ നേച്ചർ ആണെങ്കിൽ അതിന് 4 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്യാരി ഫോർവേഡ് ചെയ്യൽ മാത്രമല്ല, നമ്മൾ ഇൻ കേസ് ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യണത്, അതിന്റെ കണ്ടീഷൻസ് നമ്മൾ പയ്യെ പറയും. ഇനി ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ക്യാരി ഫോർവേഡ് ചെയ്താലും നമുക്ക് ഈ ഇൻകം മറ്റ് ഹെഡുകളുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഹെഡിൽ തന്നെ മറ്റ് ഇൻകം ആയിട്ടോ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളുടെ ഈ ലോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാലറി ഇൻകം ഉണ്ടെങ്കിൽ ആ സാലറിയിൽ നിന്ന് കുറച്ച് കാണിക്കാനും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിക്കാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല ബിസിനസ്സുകളുണ്ട് ആ ബിസിനസ്സുകളിൽ നിന്ന് ഇൻകം കുറച്ച് കാണിക്കാനും അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറച്ച് കാണിക്കാനും പറ്റില്ല. സ്പെക്കുലേറ്റീവ് ബിസിനസിന്റെ ലോസ് എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ബിസിനസിന്റെ ഇൻകം ആയിട്ട് മാത്രം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്, ഇതൊക്കെയാണ് ഒരു ജനറൽ പിക്ചർ എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെ വില്ലൻ കഥാപാത്രങ്ങളും നായക കഥാപാത്രങ്ങളും വരാം. ഇതിൽ നായക കഥാപാത്രമായിട്ട് വരുന്നത് ടേൺ ഓവർ ആണ്. അതായത് ഇനി അങ്ങോട്ടേക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഈ ഒരു നായകനെ തൊടിയിക്കാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. സാധാരണ ബിസിനസ്സിൽ ടേൺ ഓവർ എന്ന് പറയുന്നത് ആ ബിസിനസ്സിന്റെ സെയിൽസ് ആണ്. പക്ഷെ സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ കേസിൽ ടേൺ ഓവറിന് വ്യത്യസ്തമായ ഒരു മീനിങ് ആണ് ഉള്ളത്. ഓരോ സെയിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഇതിന്റെ ആബ്സല്യൂട്ട് ഫിഗേഴ്സ് എടുത്തിട്ട് അതിനെ സമ്മപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത്. അതായത് ഒന്നും കൂടി ഒന്ന് വ്യക്തമാക്കി തരാം. അതായത് സപ്പോസ് നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു. ആ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് നിങ്ങൾ 1,10,000 ആയപ്പോൾ വിറ്റു, അന്നത്തെ ദിവസം തന്നെ വിറ്റു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പെർട്ടിക്കുലർ ട്രേഡിൽ നിങ്ങൾക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 ആണ്. ഇതേപോലെ തന്നെ മറ്റൊരു ട്രേഡിൽ നിങ്ങൾ 1 ലാഖിന് സ്റ്റോക്ക് വാങ്ങിച്ചു, ഒരു 95,000 വിൽക്കേണ്ടി വന്നു. ആ ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5,000 റുപ്പീസ് ലോസ് വന്നു. ഇതേപോലെ മറ്റൊരു ട്രേഡിലേക്ക് വന്നു, 1 ലാഖിന് പർച്ചേസ് ചെയ്തു, 98,000 ആണ് വിറ്റ്. അപ്പോൾ വീണ്ടും ഒരു ലോസ് 2,000 വന്നു. ഇനി ഈ പറഞ്ഞ 3 ട്രേഡുകളിൽ നിന്ന് എങ്ങനെ ടേൺ ഓവർ കണ്ടുപിടിക്കാം? സാധാരണ ബിസിനസ് ആണെങ്കിൽ നമ്മൾ സെയിൽസ് വാല്യൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ്സിന്റെ ആബ്സല്യൂട്ട് ഫിഗേഴ്സ് എടുക്കുക അല്ലെങ്കിൽ ലോസിന്റെ ആബ്സല്യൂട്ട് ഫിഗേഴ്സ് എടുക്കുക, സമ്മപ്പ് ചെയ്യാം. അതായത് ഈ പെർട്ടിക്കുലർ ട്രേഡിൽ ഈ 10,000 ഇടുക, ഈ ലോസ് -5,000 എന്നുള്ളത് -5,000 എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കല്ല ചെയ്യേണ്ടത്, ഈ 5,000 ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ -2,000 2,000 ആയിട്ട് എടുക്കുക, എന്നിട്ട് സമ്മപ്പ് ചെയ്യുക. അതായത് 10,000 + 5,000 + 2,000 ദാറ്റ് 17,000 ആണ് നിങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ നായകനെ കുറിച്ച് നിങ്ങൾക്കൊരു വ്യക്തത കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ വ്യക്തത കിട്ടേണ്ടതാണ്. അപ്പോൾ നായകന്റെ എൻട്രി കഴിഞ്ഞു. ഇനി അപ്പോൾ വില്ലന്റെ എൻട്രി. അതായത് ഇതിൽ വില്ലൻ എന്ന് പറയുന്നത് ആപ്ലിക്കബിലിറ്റി ഓഫ് ടാക്സ് ഓഡിറ്റ് ആണ്. ടാക്സ് ഓഡിറ്റ് വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ഒരു വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ഓഡിറ്റ് സാധാരണ രീതിയിൽ ടാക്സ് ഓഡിറ്റിന്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത് 1 കോടി നിങ്ങളുടെ സെയിൽസ് അല്ലെങ്കിൽ ടേൺ ഓവർ ക്രോസ് ചെയ്യുമ്പോഴാണ്.
ഇൻട്രാഡേ ട്രേഡിങ്ങിൽ 100% ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആയതുകൊണ്ട് ഈ 1 CR എന്ന ലിമിറ്റ് 10 CR ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതായത് 10 കോടി വരെ നിങ്ങൾക്ക് ടേൺ ഓവർ വന്നാലും ടാക്സ് ഓഡിറ്റിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. അപ്പൊ പിന്നെ ഇതിന് എന്തിനാ വില്ലൻ കഥാപാത്രം എന്ന് പറയുന്നത്? ഇവൻ ഹീറോ അല്ലേ? അവിടെയാണ് അടുത്ത ഒരു പ്രശ്നം വന്നിരിക്കുക. അതായത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടേൺ ഓവറിന്റെ 6%-നേക്കാളും താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തിയിട്ട് ലോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ ലോസ് നിങ്ങൾക്ക് ITRൽ കാണിക്കണം, അല്ലെങ്കിൽ ആ ലോസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഓഡിറ്റിന്റെ അപ്ലിക്കബിലിറ്റി വരും എന്നുള്ളതാണ്. അതായത് 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 ഒന്നും കൂടി പറയാം, 6% താഴെയാണ് നിങ്ങളുടെ ആക്ച്വൽ പ്രോഫിറ്റ് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തിയിട്ട് ലോസ് ഉണ്ടാക്കിയ ഭൂരിഭാഗം പേരും ഈ ലോസ് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാമെന്ന് കുറെ പേര് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ലോസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ ടാക്സ് ഓഡിറ്റിന്റെ അപ്ലിക്കബിലിറ്റി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്യുക, ലോസ് ആണ് സംഭവിച്ചെങ്കിലും 6% നിങ്ങളുടെ പ്രോഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് 6% എങ്കിലും പ്രോഫിറ്റ് ആയിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് നിങ്ങളുടെ ITR ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് നടത്തി ലോസ് സംഭവിക്കുന്നത് ഒരു തലവേദന. രണ്ടാമത്തെ തലവേദന എന്ന് പറയുന്നത് ഈ ലോസ് ആയാൽ പോലും 6% ടേൺ ഓവറിന്റെ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള ടാക്സും കൂടി ഗവൺമെന്റിലേക്ക് റെമിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു കെണിയും കൂടിയും ഇതിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്തേക്കാം. അതായത് ഇൻട്രാഡേ ട്രേഡിങ്ങിനെ ബിസിനസ് ഹെഡിലാണ് ടാക്സ് ചെയ്യുക. ബിസിനസ് ഹെഡിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെക്കുലേറ്റീവ് നേച്ചറിലുള്ള ഒരു ബിസിനസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുക. അപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസിന്റെ പ്രത്യേകതകളായ 4 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ ലോസ്, പിന്നെ അതേപോലെ തന്നെ മറ്റ് ഹെഡുകളുമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ഹെഡിലെ മറ്റ് ഇൻകം ആയിട്ടോ സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സ്ലാബ് റേറ്റിലാണ് ടാക്സ് ചെയ്യുക. ടേൺ ഓവർ എന്ന് പറയുന്നത് ഓരോ ട്രേഡിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസിന്റെ ആബ്സല്യൂട്ട് ഫിഗേഴ്സ് ആണ് നമ്മൾ ടേൺ ഓവർ ആയിട്ട് എടുക്കുക. പിന്നെ ടേൺ ഓവറിന്റെ മിനിമം 6% നിങ്ങൾ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഈവൻ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ലോസ് ആണെങ്കിൽ പോലും ആ ലോസ് നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഓഡിറ്റിന്റെ അപ്ലിക്കബിലിറ്റി വരും. അല്ലെങ്കിൽ മിനിമം 6% വെച്ച് 6% ഡിക്ലെയർ ചെയ്ത് ടാക്സ് അടച്ച് പോവുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.